അത് പറഞ്ഞു. അത് പറയുമ്പോൾ ഇവിടെ ചെറിയൊരു വേദന തോന്നിയോ? അതാണ് അതിന്റെ അത്ഭുതം. ക്ലിയർ ആണോ? മീറ്റിംഗ് നടത്തുന്ന ആരാ? 1 2 3 1 2 3 1 2 3. ഇപ്പൊ തോന്നിയ വേദനയുടെ പേരാണ് ലീഡർഷിപ്പ്. ക്ലിയർ ആണോ? അല്ലേ? എല്ലാ വ്യാഴാഴ്ചയും എല്ലാ ശനിയാഴ്ചയും ഞാൻ എറണാകുളത്ത് പോയി കുത്തിയിരിക്കും. എനിക്കുണ്ടാകുന്ന വേദന എന്തുമാത്രം 100 പണിയുണ്ട്. പെണ്ണുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. എന്റെ മനുഷ്യ എറണാകുളത്തുള്ള സമയത്തെങ്കിലും നിങ്ങൾ ഇതൊന്നും ചെയ്യുവോ? പോണോടി ഇവിടെ എറണാകുളത്തേക്ക് വെച്ചു പിടിപ്പിച്ച് പോകുന്നുണ്ടെ എന്തോ ആരുടെ കാത്തിരിക്കുന്നവല്ല. അവിടെ പോയിട്ട് എന്ത് ചെയ്യാം? കുത്തിരിക്കുക. ആരുമില്ല. ഇന്നും ആരും സായം ചുട്ടിക്കിട്ട് നേരെ വീട്ടിലേക്ക് ശനിയാഴ്ച ശരി ഇന്നും പോയേ പറ്റൂ. വീണ്ടും ക്ലിയറാണോ? നല്ല കാര്യമുള്ള കാര്യം. പക്ഷെ അത് ചെയ്തോണ്ടിരുന്നോണ്ട് ഇന്നിപ്പോ 3 ടീമുണ്ട്. ഞാൻ എറണാകുളത്തുണ്ടെങ്കിൽ എന്റെ മീറ്റിംഗ് ഉണ്ടെങ്കിൽ എന്റെ തന്നെ 3 ടീം വരുന്നുണ്ട്. ബാക്കി എല്ലാത്തിനും ടീമുകൾ വരുന്നുണ്ട്. ക്ലിയറാണോ? അല്ലേ? ഇത് നിരന്തരമായിട്ട് ഒരാളും ഇല്ലാത്ത സമയത്ത് നോ ഷോ എന്ന് പറഞ്ഞ സമയത്ത് പോയിക്കൊണ്ടിരുന്നതിന്റെ അതേസമയത്ത് ലീക്കായി കിടക്കുന്ന ഒരു പൈപ്പ് നന്നാക്കാനും ഫ്യൂസായി കിടക്കുന്ന ഒരു ബൾബ് നന്നാക്കാനും വീട്ടിൽ കുട്ടികളെങ്കിൽ നമ്മളിൽ പറ്റുന്ന പ്രശ്നം ഉണ്ടാവും. പോകും. അതിനേക്കാൾ നല്ലത് കുറച്ച് മീൻ മേടിച്ചു കൊടുത്താൽ പെണ്ണുങ്ങൾ അതെങ്കിലും ഉണ്ടാക്കി മരുന്ന് നല്ല രീതിയിൽ വറുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക. വേറാണോ? അല്ലേ? ഈ ബാലിശമായ ചിന്തകളാണ് ഗംഭീരമായിട്ടുള്ള ഒരു പോസിബിലിറ്റി നിങ്ങളെ പലപ്പോഴും പുറകോട്ട്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ അതിന് പറയുന്ന ഒരു പദമുണ്ട്. യു ഹാവ് ടു ലൂസ് ലിറ്റിൽ ബാറ്റിൽസ് ടു വിൻ എ വാർ. വലിയൊരു മഹായുദ്ധം ജയിക്കണമെന്നുണ്ടെങ്കിൽ കൊച്ചു കൊച്ചു ഈ മാർക്കറ്റിൽ നടക്കുന്ന അടി കൽച്ചറുണ്ട്. അതിൽ നിന്നൊക്കെ മാറിയിരിക്കണം. ക്ലിയർ ആണോ? അല്ലേ? നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ചെയ്യാവുന്ന 100 കാര്യം. പുല്ല് പറിക്കാം, കാറ് കഴുകാം, പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ നിങ്ങൾ വീട്ടിൽ നിന്ന് മാറി ഇതെല്ലാം അനുഭവപ്പെടും. പക്ഷെ ആ സമയത്ത് നിങ്ങൾ നിരന്തരം പോവുകയും റിസൾട്ട് ഇല്ലാതെ തിരിച്ചു വരുമ്പോണ്ടാകുന്ന ഒരു പ്രയാസം. റിസൾട്ട് ഉണ്ടെങ്കിൽ നമുക്കാർക്കും പ്രയാസമില്ല. യെസോണോ? പോയിട്ട് 2 പേര് വന്നാൽ ഒരാൾ വരാതെ വരുമ്പോണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. ആ കുറെ അനുഭവിച്ചത് ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നു. അവസാനം എറണാകുളത്തെ ഓഫീസ് സ്റ്റാഫിന് ഒരിക്കലും സംശയം തോന്നി. ഇയാൾ സ്പൈ ആണോന്ന്, ചാരനാണോ എന്നൊരു സംശയം. കാരണം ഇയാൾ എന്തിനാ വന്നിരിക്കുന്നൊന്നും പിടിക്കില്ല. ഞങ്ങൾ പണിയെടുക്കുന്നത് നോക്കാനാണെന്നൊക്കെ അവർ തെറ്റിദ്ധരിച്ച കുറെ കാരണമുണ്ട്. ഇന്ന് എനിക്ക് ശക്തമായി 3 ടീമുണ്ട്. ഞാൻ പറഞ്ഞിരിക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് റീഡിംഗ് ഓഫ് ബുക്സ്, അറ്റൻഡിങ് ഫങ്ഷൻസ്. ക്ലിയർ ആണോ? ഫങ്ഷൻ വീക്കിലി മീറ്റിംഗോട് തീർന്നില്ല. പ്രൊമോട്ട് ചെയ്യുന്ന ഏത് ഫംഗ്ഷനും കമ്പനിയുടെ ആയിക്കോട്ടെ സിസ്റ്റത്തിന്റെ ആയിക്കോട്ടെ അറ്റൻഡ് ചെയ്തേ ഇരിക്കണം. അല്ലാതെ ആരാണോ സ്പീക്കർ, ആരാണോ അടുത്ത ഇന്റർവ്യൂക്ക് വരുന്നത്, വിമർശനമാണെങ്കിൽ കുഴപ്പമില്ല, വലിയ ചെളുപ്പൊക്കെ പറയും. അപ്പൊ അതുകൊണ്ട് കേൾക്കാം. മറ്റേയാളാണെങ്കിൽ ഞാൻ പോകില്ല. നിങ്ങൾ ആരാവുക തീരുമാനിക്കണം. ജസ്റ്റ് അറ്റൻഡ്. ക്ലിയർ ആണോ? കാലത്ത് മിറാക്കിൾ മോർണിംഗിൽ ആരാണ് സ്പീക്കർ നോക്കിയിട്ട് കയറുന്ന ചിലരുണ്ട്. ഹലോ, ആരാണ് സ്പീക്കർ എന്നുള്ളതല്ല, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് 6 മണിക്ക് കയറാൻ പറഞ്ഞാൽ 6 മണിക്ക് കയറുക. ക്ലിയർ ആണോ? അല്ലേ? സ്കൂളിൽ പോകുമ്പോൾ അങ്ങനെ ആണോ? എന്തോരം നിർബന്ധിച്ചായിരിക്കും കൊണ്ട് അത് കയറ്റി വിട്ടത്. പുറത്ത് നോക്കിയൊന്നും അങ്ങനെ പോയതുകൊണ്ടല്ലേ ഇപ്പൊ അക്ഷരാഭ്യാസം ഉള്ളത് ചിലർക്കെങ്കിലും. ക്ലിയർ ആണോ? അല്ലേ? അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും നടക്കുന്നത്. പക്ഷെ നിങ്ങൾ പോയിക്കൊണ്ടേയിരിക്കണം. ക്ലിയർ ആണോ? പള്ളിയിൽ വെച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല പള്ളി പോകുന്ന ആരെങ്കിലും ഉണ്ടോ? ഹലോ, ആ പള്ളിയിലേക്ക് സുഖമില്ല, എന്നാ പിന്നെ നാളെ നമ്മൾ കുർബാനയ്ക്ക് ഞാൻ പോകുന്നില്ല. പോയേ പറ്റൂ. അത് നമ്മുടെ സിസ്റ്റമാണ്. ശരിയാണോ? അല്ലേ? പൂജാരി ചന്ദനം എറിയും, അതുകൊണ്ട് ഞാൻ അമ്പലത്തിൽ പോകുന്നില്ല എന്ന് പറഞ്ഞ ആരെയാ ഞാൻ കണ്ടത്? ചില പൂജാരിയെ കണ്ടാൽ തന്നെ കൊടുക്കാൻ പോകും പോട്ടെ. പക്ഷെ എനിക്ക് ദേവരെ കാണാൻ പോകുന്നുണ്ട്. അപ്പൊ ദേവി ചെയ്ത് നിങ്ങൾ അതല്ല നോക്കേണ്ടത്. നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾക്ക് എന്തിനാണോ പോകുന്നത്, നിങ്ങളുടെ പർപ്പസ് മീറ്റ് ചെയ്യണം. ക്ലിയർ ആണോ? അപ്പൊ ദാറ്റ് ഈസ് യുവർ കമ്മിറ്റ്മെന്റ്. ദാറ്റ് ഈസ് യുവർ കമ്മിറ്റ്മെന്റ്. നിങ്ങൾക്ക് ആരോടുള്ള കമ്മിറ്റ്മെന്റ്? യുവർ ഡ്രീംസ്. നിങ്ങൾ കണ്ട സ്വപ്നങ്ങൾ നിങ്ങൾ യാഥാർത്ഥ്യമാക്കണമെന്ന് കരുതുന്ന സ്വപ്നങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ്. അല്ല നിങ്ങളുടെ ഫാമിലിയോടോ നിങ്ങളുടെ അപ്ലൈനോടോ വിന്നിംഗ് ടീമിനോടോ വെസ്റ്റേജിനോടോ അല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളോട് കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം. ക്ലിയർ ആണോ? അപ്പൊ അതിനുള്ളതാണ് റീഡിംഗ് ഓഫ് ബുക്സ്, അറ്റൻഡിങ് ഫംഗ്ഷൻ. മൂന്നാമത്തേത് ഒരു പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ടേപ്സ് എന്നാണ് പണ്ട് പറയുക. ടേപ്സ്. ഇപ്പൊ ടേപ്പ് ഇല്ല. ടേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയോ ടേപ്പ് കേൾക്കാന്നുള്ളൂ. അതിന് പകരമാണ് നിങ്ങൾ എന്തെങ്കിലും യൂട്യൂബോ അല്ലെങ്കിൽ ഫംഗ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് കേൾക്കണം. അപ്പോൾ ബുക്സ്, ടേപ്സ്, ഫംഗ്ഷൻസ്. ക്ലിയർ ആണോ? ബുക്സ്, ടേപ്സ്, ഫംഗ്ഷൻസ്. ടേപ്പ് എന്ന് പറയുന്നത് മാറ്റി എഴുതിക്കും, യൂട്യൂബിൽ എഴുതിക്കും. ഇപ്പൊ ടേപ്പ് ഒന്നുമില്ല, യൂട്യൂബ് നിരന്തരം. അപ്പൊ ബുക്കിന് ബുക്കും കാണണം, യൂട്യൂബിന് യൂട്യൂബും കാണണം എന്നാണ് അർത്ഥം. ടെക്നോളജി മാറിയതുകൊണ്ട് ഫംഗ്ഷൻസ് ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല. ഈ മൂന്നാമത്തെ ഏറ്റവും നിലം കൂടുതൽ ഫംഗ്ഷനാണ്. ക്ലിയർ ആണോ? ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത് നാലാമത്തെ ഏതാണെന്ന് അറിയാം? പ്രൊഡക്ട്സ്. ബുക്സ്, ടേപ്സ്, ഫംഗ്ഷൻസ്. ടേപ്പ് എന്നുള്ള ഞാൻ ഇവിടെ മാറ്റി യൂട്യൂബ് എന്നാക്കി.
functions, and fourth one is called products. Important ആണോ അല്ലേ? എത്ര? ഒരു പക്ഷേ നിങ്ങൾ നോക്കിയറിയാം ഫംഗ്ഷനുകളും ചേർന്നു. പ്രൊഡക്ട്സ്, ബുക്സ്, ടേപ്സ്, ഫംഗ്ഷൻസ് ആൻഡ് പ്രൊഡക്ട്സ്. പ്രൊഡക്ട്സ് ചേർന്നായി. ഫംഗ്ഷനോടും പോലും ഇമ്പോർട്ടൻസ് ഇല്ല പ്രൊഡക്റ്റിന്. ക്ലിയർ ആണോ? പക്ഷെ പ്രൊഡക്ട്സ് ഉണ്ടാവണം. എന്തുകൊണ്ടോ? പ്രൊഡക്ട്സിനോടാണ് നമ്മുടെ ബിസിനസ്സിന്റെ വോളിയം വരിക. ക്ലിയർ ആണോ അല്ലേ? ഏതൊക്കെ രൂപത്തിൽ പ്രൊഡക്ട്സ് നമുക്ക് ചെയ്യാം? പ്രൊഡക്ട്സിന്റെ ക്വാണ്ടിറ്റി എങ്ങനെ കൂട്ടുക? നിങ്ങൾക്ക് എന്തിനെ ആധാരമാക്കിയ കമ്മീഷൻ തരുന്നത്? ടീമിന്റെ. ആ ടീമിന്റെ. ആ ടീം കൊണ്ടാണ്. ടീം എവിടെ നിന്നാണ് തുടങ്ങുന്നത്? എന്നിൽ നിന്ന്. ഓൺലൈനിൽ നോക്കരുത്. ജ്യോതിഷ്. ആ എന്നിൽ നിന്നാണ് ടീം തുടങ്ങുന്നത്. അപ്പൊ ഞാൻ ചെയ്യാത്ത ടീം താഴെ ചെയ്യുമോ? ചെയ്യില്ല സാർ. ഞാൻ ഇങ്ങനെ നോക്കും. കൺസിസ്റ്റൻസി ഡേ എല്ലാവരോടും ഞാൻ ചെയ്യാൻ പറയും സാർ. ഞാൻ ചെയ്യില്ല. ഞാൻ ഇനി 14-ാം തീയതി 11 മണിക്ക് എന്നാ കൺസിസ്റ്റൻസി സാർ നാളത്തേക്ക് നീട്ടി കിട്ടുമോ? ആവോ. ക്ലിയർ ആണോ? 2-ാം തീയതി ഒരു ഡേറ്റ് ഉണ്ടോ? അതിന്റെ പേരെന്താ? അതിന് വേറെ പേരും കൂടെ ഉണ്ട്. CNC ഡേ. എന്ത്? കൺസിസ്റ്റൻസി ഡേ. ആർക്ക് വേണ്ടിയുള്ളത്? ആ ലീഡറിന് വേണ്ടിയുള്ള. ആരാ ലീഡർ? അത് ജ്യോതിഷ്. ആ ഞാനാണ് ലീഡർ. ഇവിടെ പലരും അങ്ങനെയല്ല. ഇവിടെ വലിയ ലീഡർ. പിന്നെ എന്റെ താഴത്ത് കുറെ ലീഡർ. ഞാനോ? ഞാൻ മാനേജർ. ക്ലിയർ ആണോ അല്ലേ? ഈ ബിസിനസ്സിനകത്ത് ഇല്ലാത്ത ഒരൊറ്റ പോസ്റ്റാണ് ആകെയുള്ള ജിനേഷിന്റെ പേരെ കണ്ട് മാനേജർ പോകും. എറണാകുളത്തിൽ പോകും. ബിസിനസ്സിലുള്ള കമ്പനിയുടെ ആണ്. നിങ്ങളതാണോ? സോ എന്റെ പ്രൊഡക്ട്സ് ഞാൻ ആദ്യം മേടിക്കുന്നത്. ഞാൻ മേടിക്കാതെ എന്റെ ടീമിനോട് പറയാൻ പാടില്ല. ക്ലിയർ ആണോ? ഇതുകൊണ്ടാണ് നമ്മൾ പറയാറുണ്ട് ആദ്യത്തെ ദിവസം CNC നിങ്ങൾ 500 PV ചെയ്യുന്ന വ്യക്തി ആയിരിക്കാം. 500 ചെയ്യണ്ട, 100 PV ചെയ്തിട്ട് അതിന്റെ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലെടുക്കും. ജോസാറിനോട് ചോദിച്ച് മിക്കവാറും മാസങ്ങളിൽ ആദ്യത്തെ പോസ്റ്റർ ആരുടെ വരുന്നത്? എന്റെ. എന്താ ജോസാറിന് ഒന്ന് ചോദിക്കുമോ? ഇല്ല. പക്ഷെ ഞാൻ ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ ജോസാറിന്റെ മുഖത്തേക്ക് എനിക്കൊന്ന് നോക്കാം. കണ്ടോടോ? ക്ലിയർ ആണോ അല്ലേ? ഞാൻ ഇടാണ്ട്. ക്ലിയർ ആണോ അല്ലേ? സോ നിങ്ങൾ നിങ്ങളുടെ ടീമിന്റെ ലീഡർ ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ആദ്യത്തെ CNC ആര് ചെയ്യണം? അതെന്ത് ചെയ്യണം? അതെങ്ങനെ സാറേ? ഈ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് 31-ാം തീയതി ഞാൻ പോയി 160 ബിരിയാണി ചെയ്ത് സാറേ. ഇനി എങ്ങനെയാണ് 2-ാം തീയതി ചെയ്യുന്നത്? ആരും പറഞ്ഞു 31-ാം തീയതി അത് ഒപ്പിക്കാൻ ചെയ്താ സാറേ. ക്ലിയർ ആണ്? ഈ ഒപ്പിക്കലാണ് നമ്മളെ കുളവാക്കുന്നത്. ഞാൻ എന്റെ ടീമിനോട് നിങ്ങളോട് ഞാൻ പറയുന്ന കാര്യമുണ്ട്. നിങ്ങളുടെ മാസം 28-ാം തീയതി ഫെബ്രുവരിയിലല്ല, നോർമൽ മാസങ്ങളെല്ലാം 28-ാം തീയതി തീരണം എന്ന് പറയാൻ അർത്ഥം മനസ്സിലായോ? ലാസ്റ്റ് മിനിറ്റിൽ പോയി വേണ്ടാത്ത വലിച്ചു മേടിച്ചു കൂട്ടി ഇല്ലാത്ത പ്രൊഡക്റ്റും കിട്ടാത്ത പ്രൊഡക്റ്റ് മേടിച്ച് 2-ാം തീയതി ചെയ്യാതിരിക്കുന്നത്. ഇവിടെ ചിലർ പറയുന്ന എക്സ്ക്യൂസാ സാറേ 31-ാം തീയതി ഞാൻ പോയിട്ട് ആരോട് ചോദിച്ചില്ല. എന്തിനു വേണ്ടിയാ? നിങ്ങളുടെ പ്ലാനിങ്ങിന്റെ അഭാവം കൊണ്ടാണ് അവസാന പ്രൊഡക്റ്റ്. ഞാൻ ചോദിച്ചു എന്റെ ടീമിനകത്ത് ഞാൻ ചെക്ക് ഔട്ട് എടുത്തത് 2 എന്തെങ്കിലും തോന്നുന്നു. അവർ കാര്യങ്ങളൊന്നും ഞാൻ അവരോട് ആരോടെങ്കിലും PV ആണെന്ന് ചോദിച്ചോണ്ട് ചെക്കൗട്ട് അവർ ഇരുത്തിക്കൊണ്ട് പറയാം. ചെയ്യിക്കില്ല. 28-ാം തീയതി PV ആയിരുന്നാ പറയുന്നത്. ഹലോ എന്നെ അനുകരിച്ചേക്കില്ല. ഞാൻ പറയാൻ കാര്യം 28-ാം തീയതി 29-ാം 30-ന് സിനിമ കാണാൻ പറഞ്ഞു. ക്ലിയർ ആണോ? കുടുംബസമേതം ടൂർ പോവുക, എന്തെങ്കിലും ചെയ്യുക. തിരിഞ്ഞു നോക്കരുത്. കഴിഞ്ഞ ബിസിനസ് കഴിഞ്ഞു. അല്ല ലാസ്റ്റ് വേണ്ടി പോയി മേടിച്ച് കൂട്ടിയിട്ട് 2-ാം തീയതി ചെയ്യണം. ക്ലിയർ ആണോ? ഒന്ന് കൈ പൈസ ഉണ്ട്, 2 ആളുകൾ സാധനം മേടിക്കുന്ന സമയമാണ്. ഈ സമയത്ത് ആർക്കെങ്കിലും പേസ്റ്റോ എണ്ണയോ കൊടുത്താൽ മേടിച്ചോളൂ. 28-ാം തീയതി മേടിച്ച് ആർക്കോട് കൊടുക്കാൻ കട്ടിലടി വെക്കാനുള്ള ഒന്നും കൊടുക്കുക. ക്ലിയർ ആണോ? അതുകൊണ്ട് ബുക്സ്, ടേപ്സ്, ഫംഗ്ഷൻ, യൂട്യൂബ് ഫംഗ്ഷൻ. 4-ാമത്തേത് പ്രൊഡക്ട്സ്. പ്രൊഡക്ട്സ് നമ്മുടെ കൺസെപ്ഷൻ ഉള്ളത് മേടിക്കണം. അതുപോലെ തന്നെ നമുക്ക് എത്ര കസ്റ്റമർ വേണം? 20 to 30 കസ്റ്റമറിനെ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കണം. അതൊക്കെ മതി, ഒറ്റയടിക്ക് വേണ്ട. എന്തുകൊണ്ടായിരിക്കും അത്രയും കൂടുതൽ വേണമെന്ന് പറയാൻ കഴിയും? നമ്മുടെ പ്രൊഡക്ട്സുകൾ ഹൈലി കോൺസെൻട്രേറ്റഡ് ആണ്. ഒരിക്കലും ലിക്വിഡ് ലോണ്ടറി ക്ലീനറോ ഫ്ലോർ ക്ലീനറോ മേടിക്കുന്ന വ്യക്തി അടുത്ത മാസം മേടിച്ചത് വരില്ല. യെസ് ഓർ നോ? പിന്നെ ചോദിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ നീയല്ലേ പറഞ്ഞത് ഇത് 3 മാസം നിൽക്കും 4 മാസം നിൽക്കുമെന്ന് പറഞ്ഞത്. പിന്നെ എല്ലാ മാസവും വന്നിട്ട് മേടിക്കുന്നില്ലേ? ക്ലിയർ ആണോ അല്ലേ? അപ്പൊ ദയവ് ചെയ്ത് നമ്മുടെ പ്രൊഡക്ട്സുകൾ ഹൈലി കോൺസെൻട്രേറ്റഡ് ഉണ്ട്. എല്ലാ മാസവും എല്ലാവരും മേടിക്കില്ല. പക്ഷെ കഴിഞ്ഞ മാസം ഏത് പ്രൊഡക്ട്സ് മേടിച്ചാൽ അവർക്ക് വേറെ പ്രൊഡക്ട്സ് അടുത്ത മാസം കൊടുക്കുക. എത്ര പ്രൊഡക്റ്റ് ഉണ്ട് നമുക്ക്? ഞാൻ തുടങ്ങിയപ്പോൾ 196 പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ 100 PV ചെയ്യായിരുന്നു. അപ്പൊ ഇപ്പൊ എത്ര PV ചെയ്യണം? 196 പ്രൊഡക്റ്റുകളൊക്കെ 100 PV ചെയ്ത് തുടങ്ങി ഞാൻ ഇന്ന് 430 പ്രൊഡക്റ്റുകളൊക്കെ എത്ര PV ചെയ്യണം? അറ്റ്ലീസ്റ്റ് 300-400 PV എങ്കിലും ചെയ്യണം. നമ്മൾ എത്ര ചെയ്യുന്നത്? 60 ചെയ്യും സാറേ. അവർക്ക് 2 ആക്കില്ല.
ക്ലിയർ ആണോ ഇല്ലേ? സോ പ്രൊഡക്ട്സുകളുടെ എണ്ണം കൂടുമ്പോൾ നിങ്ങളുടെ കസ്റ്റമറുടെ എണ്ണം കൂടിയാൽ നിങ്ങളുടെ PV കൂടും. ഹലോ, നിങ്ങൾക്ക് റീറ്റെയിൽ ബെനിഫിറ്റ് എത്ര രൂപ കിട്ടുന്നത്? റീറ്റെയിൽ ബെനിഫിറ്റ് വിറ്റാൽ എത്ര ലാഭം കിട്ടും? 30% ലാഭത്തോടെ എനിക്ക് പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റുന്നത്. റൈസ് ബ്രാൻഡ് വില എത്ര? 780. ആ, DP എത്ര? എന്നിട്ട് കണക്കൂട്ടിയേ 250 വ്യത്യാസമുണ്ട്. യെസ് ഓർ നോ? ആ, 10 എണ്ണം വിറ്റാൽ മതി. ഒറ്റ ദിവസം കൊണ്ട് വിൽക്കാമെന്ന് പറഞ്ഞില്ല, 30 ദിവസം കൊണ്ട് വിറ്റു. എന്നാൽ തന്നെ 2400 രൂപ കിട്ടിയോ? ഹലോ, ക്ലിയർ ആണോ അല്ലേ? ഇതെല്ലാം മേടിച്ചു വെച്ചിട്ട് കൊടുക്കാൻ ഞാൻ പറഞ്ഞോ? മേടിക്കാൻ കൊടുക്കാൻ കൊണ്ടുവരിക, അടുത്ത മേടിക്കാൻ കൊടുക്കാൻ കൊണ്ടുവരിക. ക്ലിയർ ആണോ? എന്നാൽ പോലും നമുക്ക് ചെയ്യാം. പക്ഷേ അത്രയും പ്രൊഡക്ട്സ് വാരിയന്റ് ഉണ്ട്, ഇത്രയും ഡിഫറൻസ് ഉണ്ട്, എന്നിട്ടും ഇല്ല. നിങ്ങളിവിടെ തൊട്ടപ്രധാന കപ്പലിരിക്കുന്ന ഒരാളുണ്ടോ? പോകുന്ന ഒഴിക്കുന്ന വൈകുന്നേരം അത് കണ്ടു പോയാൽ വീട്ടിലോട്ട് ആ പുള്ളിയോട് പോയി കുറച്ച് നേരം കുശല പ്രശ്നം ഒരു കപ്പലിൽ മേടിച്ചിട്ട് കുറച്ച് എത്ര രൂപ വിൽക്കുന്നുണ്ട് ചേട്ടാ? പുള്ളിയോട് ചോദിച്ചോ. ആ, 1000 രൂപയുടെയെങ്കിലും കപ്പലിൽ ഒരു ദിവസം ഒരാൾ വിൽക്കുന്നു. ക്ലിയർ ആണോ? മുടക്കം അതിന് 250 രൂപ 300 രൂപ. അയാൾ എത്ര 800 രൂപയുടെ ലാഭം ഉണ്ടാക്കിയോ? ഹലോ, ഇത് എല്ലാ മാസവും ചെയ്തിട്ടാണ് ആ പുള്ളി ജീവിച്ചു പോകുന്നത്, കുടുംബം പുലർത്തുന്നത്. നിങ്ങളോട് ഞാൻ ഇതൊന്നും പറഞ്ഞില്ലല്ലോ. അറ്റ്ലീസ്റ്റ് മേടിച്ച് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ കുറച്ചു പേർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ എന്ത് ബിസിനസ്സാണ് വന്നേക്കുന്നത്? നിങ്ങൾ എന്ത് കോൺഫിഡൻസ് ഉണ്ടായിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നു? ഞാൻ ചെയ്യുന്നുണ്ട് 250 രൂപ. ഹലോ, ക്ലിയർ ആണോ? എനിക്ക് അത് കൂടുതലും ചെയ്യാൻ പറ്റും. എനിക്ക് ഫുൾ കോൺഫിഡൻസ് ഉണ്ട്. കാരണം അതൊന്നും പോരാ. ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോൾ 500 PV ക്ലബിനെയാണ് കമ്പനി പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പം ദയവ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ കുറച്ച് കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യണം, കസ്റ്റമറിനെ റിപ്ലനിഷ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ആദ്യം ഒരു വിശ്വാസം ഉണ്ടാക്കാൻ നല്ലൊരു പ്രൊഡക്റ്റ് കൊടുത്താൽ, സർവീസ് കൊടുത്താൽ അവർ പിന്നീട് പല പ്രൊഡക്റ്റും ആവശ്യപ്പെടും. ക്ലിയർ ആണോ? പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രൊഡക്റ്റ് അല്ല, സർവീസ്. പ്രൊഡക്റ്റ് കമ്പനി പോയിക്കോളൂ, നല്ല പ്രൊഡക്റ്റ് കമ്പനി ഉണ്ടാക്കുന്നത്, പക്ഷേ സർവീസ് നിങ്ങളുടെയാണ്. നമ്മൾ എന്ത് ബിസിനസ് ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മൾ ചെയ്ത ബിസിനസിന്റെ പേരാണ് സെയിൽസ് ആൻഡ് ഹലോ മാർക്കറ്റിംഗ്. വിശ്വാസണോ? ഇത് തമ്മിലുള്ള വ്യത്യാസം അറിയോ? ഇത് വലിയൊരു സബ്ജക്റ്റ്. ഞാൻ ഇപ്പൊ എടുത്തു കഴിഞ്ഞാൽ തീരില്ല, ഞാൻ അതിന്റെ കയറുന്നില്ല. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സെയിൽസ് എന്ന് പറഞ്ഞാൽ വിൽപ്പന, മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാലോ ആ ഉൽപ്പന്നങ്ങളെ പരിചയപ്പെടുത്തണം. ക്ലിയർ ആണോ അല്ലേ? ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ബാധ്യസ്ഥരാണ്. മറ്റു പലയിടത്തും നിങ്ങൾ കാണുന്ന ഒന്നേ സെയിൽസ് ആയിരിക്കും, അല്ല മാർക്കറ്റിംഗ് ആയിരിക്കും. ഇവിടെ മാത്രം നമ്മൾ രണ്ടും ചെയ്യണം. കാരണം കമ്പനിക്ക് അങ്ങനെ ഒരു ഡിവിഷൻ ഇല്ല. ഹലോ, വെസ്റ്റീജ് കമ്പനിക്ക് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മാനേജർ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, അങ്ങനെ ഒരു പോസ്റ്റ് ഇല്ല. ആ പോസ്റ്റ് ആരാ കൈകാര്യം ചെയ്യുന്നത്? അതുകൊണ്ടാണ് 60% കൈ കിട്ടുന്നത്. ഹലോ, കമ്പനി 40 എടുക്കുമ്പോൾ 60 നമുക്കാണ് കിട്ടുന്നത്. 30 രൂപയുടെ പ്രൊഡക്റ്റ് വയ്ക്കുമ്പോൾ 12 രൂപ കമ്പനി കൊണ്ടുപോകും, 18 രൂപ ആരാ കൊണ്ടുപോകുന്നത്? ആ, സ്വന്തമായിട്ടാണെങ്കിൽ ഒറ്റയ്ക്കാണെന്ന് വിൽക്കുക, ടീമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിരിച്ചു കൊടുക്കും. ക്ലിയർ ആണല്ലേ? ഓക്കെ. അപ്പം ബുക്സ്, ടേപ്സ് അല്ലെങ്കിൽ യൂട്യൂബ്, ഫങ്ഷൻസ്, പ്രൊഡക്ട്സ് വേണോ വേണ്ടേ? സെൽഫ് മേടിക്കണം, മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യണം, അവരെ പ്രൊഡക്ട്സിലൂടെ വേണം ബിസിനസ് കൊണ്ടുവരാൻ. പലപ്പോഴും നമ്മൾ പ്ലാൻ അടിക്കുന്ന വ്യക്തി ആദ്യം പറയുന്നത് എന്താ? നീ 2 പ്രൊഡക്റ്റിന് ഇത് അടിക്കും, യെസോണോ? അതോ ഫോം തരും, ഞാൻ ഇപ്പോൾ ബിസിനസ് ജോയിൻ ചെയ്യാം എന്നുള്ളത് ആരെങ്കിലും ബഹുഭൂരിയോട് പറയുന്നത് ഞാൻ 2 പ്രൊഡക്ട്സ് ചെയ്യാൻ പറ്റും. അത് കൊടുത്ത് അതിലൂടെ ട്യൂൺ ചെയ്ത് അവരെ പതുക്കെ ബിസിനസ് കൊണ്ടുവരും. അപ്പോൾ ബുക്സ്, ടേപ്സ്, ഫങ്ഷൻസ്, പ്രൊഡക്ട്സ്. ആൻഡ് ഇനി ലാസ്റ്റ് വൺ 4 പേരല്ലായി. 5ാമത്തെ ഏറ്റവും ചെറിയ പേരല്ല, ചെറിയ വെച്ചിട്ട് തടി കൂടുതൽ, അതേതാ? അപ്ലൈൻ. ഹലോ, ഈ 4 വിരലിൽ ഒരു യൂസും ഇല്ല തമ്പില്ലെങ്കിൽ. പറ്റുമോ? ഒരു പേന എടുത്ത് പിടിച്ചേ, ഒരു പേന പിടിക്കണമെന്ന് ചോദിച്ചാൽ ഈ 4 വിരലോടൊന്ന് പേന പിടിച്ചേ, പറ്റില്ല. ക്ലിയറാണല്ലേ? ഈ വിരലുകൾ 4 യൂസ്ലെസ് ആണ്. എപ്പോ? തമ്പില്ലെങ്കിൽ. അപ്പൊ തമ്പാരാണ്? അപ്ലൈൻ. നിങ്ങൾ കൊണ്ടുപോയില്ലേ? അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചത്, അപ്ലൈന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചത്. ആ അപ്ലൈൻ തന്നെ സാധനം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ 4 വിരലിനെയും യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരു സ്പൂൺ പിടിക്കണമെങ്കിലോ പേന പിടിക്കണമെങ്കിലോ എന്ത് പിടിക്കണമെങ്കിലും തമ്പ് വേണം. അതിന് ഇമ്പോർട്ടൻസ് കൽപ്പിക്കാത്ത ചിലരെങ്കിലും ബിസിനസ് ഉണ്ടോ? ഒരു കാരണവശാലും ചോദിച്ചില്ല. ഈ 4 സാധനം ഒരു ഗുണം ചെയ്യില്ല എപ്പോൾ ഇതില്ലെങ്കിൽ. അപ്പൊ അതുകൊണ്ട് ലാസ്റ്റ് വൺ ഈസ് കോൾഡ് തമ്പ്. ആ തമ്പാണ് നമ്മുടെ അപ്ലൈൻ. അപ്പം ഈ അപ്ലൈനെ ശരിക്കും വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുന്ന വ്യക്തി ഈ 4 വിരലിനെ ശരിക്കും ശ്രമിക്കും. അതുകൊണ്ടാണ് കൗൺസിലിംഗ് ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ക്ലിയർ ആണോ? അപ്പം കമ്മിറ്റ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഡെയിലി 2 പേജ് വായിക്കുക, നിരന്തരമായിട്ടുള്ള മോർണിംഗ്, മിറാക്കിൾ മോർണിംഗ് ആണോ എന്താണ് നിങ്ങളുടെ കാലത്തെ പ്രോഗ്രാം, അത് അറ്റൻഡ് ചെയ്യുക, വീക്ക്ലി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക. ടീമും അപ്ലൈൻസും പ്രൊമോട്ട് ചെയ്യുന്ന ഫംഗ്ഷൻസ് ഏതൊക്കെ വരുന്നുണ്ടോ ഉടനെ അതിന്റെ ഗുണവും ദോഷവും ചെക്ക് ചെയ്യാൻ പോരുത്, അത് അറ്റൻഡ് ചെയ്ത് കഴിയുക. ക്ലിയർ ആണോ?
Right? And of course, you have to stay with your upline. Upline not എന്ന alignment ഇരിക്കും. Upline not എതിർ ദിശയിൽ പോയാൽ നിങ്ങൾ ഒരിക്കലും ബിസിനസ്സിൽ യോജിക്കില്ല. ഞാൻ കാലം കൊണ്ട് തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങളായിട്ട് ഈ സമയം വേസ്റ്റ് ചെയ്യാൻ നോക്കണം. അപ്പം ഇത് നിങ്ങളുടെ കമ്മിറ്റ്മെന്റ്സ് ആണ്. ഇനിയുള്ള ഭാഗം ഞാൻ സ്പീഡിലേക്ക് തീർച്ചയാക്കാം. ഈ രണ്ട് കാര്യങ്ങൾ എന്തെങ്കിലും സംശയമുണ്ടോ? ഇതുവരെ പറഞ്ഞതിനകത്ത്? ഹലോ, ഇല്ല. ഇതുവരെ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ